ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഹൽവ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി വെച്ചിട്ടുള്ള ഹൽവയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു 1.5 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ നല്ല ബ്ലാക്ക് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കറുത്ത ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഹൽവയ്ക്ക് നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും. ഇപ്പോൾ ടേസ്റ്റ് അല്ല, കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കറുത്ത ശർക്കര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് അതിന് 1/4 പാല് ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നല്ല തിക്ക് പാല് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 1/4 പാലും 2/2 പാലും 3/4 പാലും കൂടെ ഒന്നിച്ചങ്ങ് പിഴിഞ്ഞെടുത്തതാണ്. 3 കപ്പ് തേങ്ങാപ്പാല്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കര നന്നായിട്ടൊന്ന് അലുത്തു വരട്ടെ. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 1/2 കപ്പ് പാല് മാറ്റി വെച്ചേക്കണം. അതിനുശേഷമുള്ള പാലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ആ പാല് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പം ഇടിയപ്പത്തിനൊക്കെ മേടിക്കുന്ന ഡബിൾ ഹോഴ്സിന്റെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി. ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണിത്. ഹൽവ തയ്യാറാക്കാൻ പുട്ടുപൊടി ഒന്നും എടുക്കല്ല. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം. നന്നായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കണം. കട്ടയില്ലാതെ ഇതുകൂടി നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ശർക്കരയും അരിപ്പൊടിയും തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം ഇളക്കി കൊടുക്കാം. കട്ട കെട്ടിപ്പോകരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഹൽവ ഉണ്ടാക്കുന്നതിന്റെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഇളക്കി കൊടുക്കുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മതി, പക്ഷെ കുറച്ച് സമയം കൂടുതൽ വേണം ഇങ്ങനെ ഇളക്കി മിക്സായി ആ ഒരു പാകം എത്താനായിട്ട്. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഓരോരോ സ്റ്റേജിലും ഇതിന്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതുപോലെ ലൂസ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് ആദ്യം ഇങ്ങനെ തിക്കായി വരും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകും. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചങ്ങ് തിക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് കട്ടയായി പോകത്തില്ല. സൈഡിൽ നിന്നുള്ളതൊക്കെ ഇതുപോലെ എടുത്തു കൊടുക്കണം. അതല്ലെങ്കിൽ സൈഡിലൊക്കെ ഇരുന്ന് കരിഞ്ഞു പിടിക്കും. ഇപ്പൊ തീ വളരെ കുറച്ചിട്ടേക്കുവാണ്, അല്ല പെട്ടെന്ന് അങ്ങ് തിക്കായി വരും. നല്ലൊരു നോൺ സ്റ്റിക് പാത്രം അല്ലെ നല്ല ഉരുളിയൊക്കെ ആണെങ്കിൽ ഹൽവ ഉണ്ടാക്കാനായിട്ട് നല്ല സുഖമാണ്. ഒട്ടിപ്പിടിക്കുന്ന പാത്രമാണെങ്കിൽ ഇതിങ്ങനെ ശർക്കരയും കൂടെ ഒക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും. കണ്ട, ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു 1/2 കപ്പ് 1/4 പാല്. ഈ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/4 പാലായതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള പാലാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇപ്പൊ ഇത് യോജിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് ഇതുപോലെ ഇളക്കി കൊടുത്ത് തിക്കാക്കി കൊണ്ടുവരണം. ഇനി തേങ്ങാപ്പാലൊന്നും ചേർക്കാനില്ല. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ഇളക്കി തിക്കാക്കി കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ തിക്കായി കഴിയുമ്പോൾ ഇനി കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഇതുപോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് ടേസ്റ്റ് അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ ഈ മാവ് ഈ ഓയിലിൽ നന്നായിട്ട് അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ അത് പാകമാകുമ്പോഴത്തേന് ഈ ഓയിലൊക്കെ കൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇപ്പൊ കണ്ട, ഓയിൽ അങ്ങ് വലിച്ചെടുക്കുന്നു. ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഷോപ്പിൽ നിന്ന് ഹൽവ വാങ്ങിക്കുമ്പം അതിലെന്തേരം ഓയിലുണ്ടെന്ന് കാണുന്നതല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യോടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് 2ാമത്തെ ടേബിൾ സ്പൂൺ ആണ്. പാത്രത്തിൽ നല്ല ഒഴുകി നടക്കുന്ന പോലെ ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഇളക്കിയതിന് ശേഷമുള്ള ഒരു സ്റ്റേജാണ്. ഇതിലേക്ക് ഞാൻ ഒരു ചെറുതായിട്ട് മുറിച്ച ഒരു 10 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. 3 ടേബിൾ സ്പൂൺ നെയ്യായിട്ടുണ്ട്. ഇതിൽ ചേർക്കാനുള്ളതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പാകമായി വന്നാൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ആകും. അത്രയും മതി എന്നാണ് തോന്നുന്നത്. അപ്പൊ അത് നമുക്ക് പാകമായി വരുമ്പോഴാണ് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ കണ്ട, ഓയിൽ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് പതയായിട്ട് വരുന്നത്. ഇനി ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ പാകമായാലാണ് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഇത് സെറ്റായി കിട്ടത്തില്ല.
ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ടോട്ടൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നെയ്യ് മതി. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ നെയ്യ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൈ പൊള്ളാതെ ഒരു ചെറിയ പോർഷൻ എടുക്കുമ്പോൾ നമ്മുടെ കയ്യെ പറ്റാതെ ഇതുപോലെ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇത് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോകത്തില്ല. കണ്ടോ ഉണ്ടോ, ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ പാകമാവുന്നതിൻ്റെ ഓരോ സ്റ്റേജസ് ആണിത്. തീ കുറച്ചാട്ടോ ഇട്ടിരിക്കുന്നത്, തീ അധികം കൂട്ടിയിടുന്നില്ല. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിക്കും. ഉണ്ടോ നെയ്യ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹൽവയുടെ ഒരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലൊരു ട്രേയിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് സെറ്റാവാൻ വെക്കാം. ഇങ്ങനെ ഒരു പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നെയ്യ് ഇല്ലാതെ നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ഹൽവ ഷേപ്പാക്കി കൊടുക്കാം. ഒന്ന് ലെവലാക്കി ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് 1 മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ തണുത്ത് വരും. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹൽവ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഹൽവ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിടിലൻ ടേസ്റ്റുള്ള ബ്ലാക്ക് ഹൽവ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.